എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമഭാഗത്ത് ദൈവം മനുഷ്യരോട് ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ് കൂടുതൽ സ്ഥലങ്ങളിലും കാണുന്നത്. പുരോഹിതന്മാർ യാഗങ്ങൾ അർപ്പിക്കുന്നതും മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ദൈവം മനുഷ്യരോട് ക്ഷമിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യരോട് ക്ഷമിക്കണമെങ്കിൽ മനുഷ്യർ തമ്മിൽ ക്ഷമിക്കണം എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു, ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവരെ പഠിപ്പിച്ച പ്രാർത്ഥന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഇവ്വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. യേശുക്രിസ്തു തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. പുതിയ നിയമ വിശ്വാസികളായ ദൈവമക്കൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സുപ്രധാന കാര്യമാണ് തമ്മിൽ ക്ഷമിക്കുക എന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിഴകളും നമ്മളോട് ക്ഷമിക്കും. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ പത്രോസ്ലീഹ യേശുവിനോട് ചോദിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. 22-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് ഉത്തരം പറഞ്ഞു, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കണക്കറിയാവുന്ന വ്യക്തികൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമായിരിക്കും: 70നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 490 കിട്ടും. അത്രയും പ്രാവശ്യം ദൈവമക്കൾ ക്ഷമിച്ചാൽ മതി എന്ന കണക്കല്ല യേശുക്രിസ്തു പറഞ്ഞത്. 7നെ 7 കൊണ്ട് 70 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത്രയും പ്രാവശ്യം ദൈവമക്കൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ 7/70 അതിൻ്റെ ഉത്തരം എത്രയാണോ അത്രയും. ജീവിതകാലം മുഴുവനും ദൈവമക്കൾ ക്ഷമിക്കണം എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:32 പറയുന്നത്: നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. പ്രിയമുള്ളവരെ, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും പരസ്പരം ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. അപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം ദയയും മനസ്സലിവുള്ളവരായി ജീവിക്കുവാനും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.